ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുകയാണ്. ഇന്നലെ 1-ാം അധ്യായം നമ്മൾ വായിച്ചു. 1-ാം അധ്യായത്തിൻ്റെ ആദ്യ സൃഷ്ടികഥ അത് അവസാനിക്കുന്നത് 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വരെ അതുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 5 മുതലാണ് ഇനിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഇത് ചിന്തിക്കുന്നത്. ഇവിടെ പറയുന്നു, ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല, മഞ്ഞു പൊങ്ങി ഭൂതലത്തെ നനച്ചു വന്നുവെന്നാണ്. മറ്റു ചില ട്രാൻസ്ലേഷനിൽ ഭൂമിയിൽ നിന്നൊരു ഉറവ വന്ന് ഭൂമിയെ നനച്ചു വന്നു എന്ന് പറയുന്നു. ഉറവ അഥവാ മഞ്ഞെന്ന് പറയുന്ന വെള്ളത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. വെള്ളം ജീവന്റെ പ്രതീകമാണ്. അത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് സഭയിൽ വെള്ളത്തിൻ്റെ ശുദ്ധീകരണ പ്രാർത്ഥനകളും വാഴ്വുകളുമൊക്കെ സുറിയാനി സഭയിൽ ധാരാളം നമ്മൾ ചെയ്യുന്നുമുണ്ട്. എന്തായാലും ദൈവികമായ വലിയ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിൽ ഭൂമിയിൽ അതിനെയൊക്കെ നനച്ചു പരിപാലിച്ചു വന്നിരുന്നു എന്നാണ്. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നനവനുഭവിക്കുന്ന ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയാണ്. അതിന് മറ്റൊരു ആത്മീയ അർത്ഥമുണ്ട്. മണ്ണെന്ന് പറയുന്നത് നമുക്കറിയാം, മണ്ണ് എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് രൂപം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് അത് മണൽത്തരികളായി അത് ചിതറിക്കിടക്കുകയാണ്. മണൽത്തരികളായി അത് കിടക്കുമ്പോൾ അതിന് ശക്തിയില്ല, അതിന് ചൈതന്യമില്ല. അതിൽ വലിയ തരികളുണ്ടാവാം, ചെറിയ തരികളുണ്ടാവാം, ഭംഗിയുള്ളതുണ്ടാവാം, ഭംഗി കുറഞ്ഞതുണ്ടാകാം, ബലമുള്ളതുണ്ടാകാം, ബലം കുറഞ്ഞതുണ്ടാവാം. അത് ഒന്നിൽ നിന്ന് വേർപെട്ട് കിടക്കുന്നു. അതിനെ ചേർത്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അതെല്ലാം കൂടി ഒരു ഒറ്റ രൂപമാകുന്നു. അത് ചേർക്കാൻ സാധിക്കുന്ന എങ്ങനെയാണ്? അതിൽ വെള്ളം നനവുള്ളപ്പോൾ മാത്രമേ അതിനെ ചേർത്ത് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ തന്നെ സൃഷ്ടിയുടെ ലക്ഷ്യമെന്തെന്ന്, മനുഷ്യ സൃഷ്ടിയുടെ ലക്ഷ്യം ഇവിടെ വ്യക്തമാകുന്നുണ്ട്. ചേർത്ത് കഴിയുമ്പോൾ പിന്നെ ഇതിനകത്ത് വലിയ തരി ഏതാ, ചെറിയ തരി ഏതാ, ഭംഗിയുള്ളത് ഏതാ, ഭംഗിയില്ലാത്തതാ ഒന്നും അറിയാൻ പറ്റില്ല. എല്ലാം കൂടെ ചേർന്ന് ഒരൊറ്റ രൂപമായി മാറുന്നു. ഇതാണ് മനുഷ്യനെ കൊണ്ടുള്ള ഉദ്ദേശം. മനുഷ്യ സൃഷ്ടി, മനുഷ്യൻ്റെ ഉദ്ദേശം ഒരാൾ മറ്റൊരാളിൽ നിന്ന് അകന്നു നിൽക്കുന്നതല്ല, ചിതറിത്തെറിക്കുന്നതല്ല, ഏകീഭവിക്കുന്നതാണ്. ഒരു വലിയ മെസ്സേജ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂട്ടായ്മ, ഫെലോഷിപ്പ് എപ്പോൾ എവിടെ ഉണ്ടാകുന്നുവോ അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളിറങ്ങി ആവശ്യിക്കുന്നത്. പരിശുദ്ധാത്മാവ് സ്ഥിരവാസത്തിന് ഭൂമിയിൽ വന്ന സംഭവവും അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച സ്ഥലമോ കർത്താവ് ആദ്യ കുർബാനയെ അർപ്പിച്ച സ്ഥലവും. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ വലിയ നനവ് അനുഭവിക്കുന്ന അവിടെയാണ് പരിശുദ്ധാത്മാവ് അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച ഫെലോഷിപ്പിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശ്യിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ കൊണ്ടുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതാണ്. ഒരാളിൽ നിന്ന് മാറി നിൽക്കുന്ന, ചിതറി നിൽക്കുന്ന അല്ലെങ്കിൽ ചിതറിത്തെറിക്കുന്ന അനുഭവമല്ല, ഏകീഭവിക്കലാണ് മനുഷ്യ സൃഷ്ടിയുടെ ലക്ഷ്യമെന്ന സൃഷ്ടികർമ്മത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ദൈവികമായ അംശത്തെ ദൈവം മനുഷ്യനിലേക്ക് പകർന്നു. അതാണ് അവൻ കഴിഞ്ഞ ആഴ്ച ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചല്ലോ, ജീവജാലങ്ങളിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്നത് അതാണ്. അത് ദൈവികമായ അംശം അവനിൽ ഉള്ളപ്പോൾ മാത്രമേ നമുക്കങ്ങനെ ഏകീഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഒരു മൃഗം മറ്റൊരു മൃഗത്തിന് എതിരാകുന്നത് പോലെ മൃഗസ്വഭാവം നമ്മിലേക്ക് വരികയും നമ്മൾ പരസ്പരം കലഹിക്കുകയും നമ്മൾ തർക്കിക്കുകയും ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും നമ്മൾ അകന്നു പോവുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ വായിക്കുന്ന, ഞങ്ങളെ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ഏദൻ എന്ന ഒരു തോട്ടത്തിലാക്കുകയാണ്. ഏദൻ എന്നതിന് ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ പർദീസ എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ദൈവസാമീപ്യം മനുഷ്യൻ പൂർണ്ണമായി അനുഭവിച്ചറിയുന്ന ഒരു സ്ഥലമായി അതിനെ നമ്മൾ കാണുന്നു. അവിടെ ആക്കിയിട്ട് നമ്മൾ കാണുന്നു തോട്ടത്തിൽ എല്ലാ വൃക്ഷങ്ങളും ഉണ്ടായിരുന്നു. കാണാൻ ഭംഗിയുള്ളതും തിന്നാൻ രുചിയുള്ളതുമായ എല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകമായി 2 വൃക്ഷങ്ങൾ അവിടെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്.
ഒന്ന് നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷവും, രണ്ട് ജീവൻ്റെ വൃക്ഷവും, രണ്ടും തോട്ടത്തിൻ്റെ നടുവിലായിരുന്നു. ദൈവം മനുഷ്യനൊരു വിലക്ക് കൊടുക്കുന്നുണ്ട്. ഈ തോട്ടത്തിലെ വൃക്ഷഫലങ്ങളൊക്കെ നിനക്ക് ഭക്ഷിക്കാം, പക്ഷെ ഒരൊറ്റ വൃക്ഷഫലം മാത്രം നീ ഭക്ഷിക്കരുത്, നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം. കാരണം നന്മ തിന്മകളെ യഥാർത്ഥമായി വിവേചിക്കാനും അത് വെളിപ്പെടുത്താനും സാധിക്കുന്നത് ദൈവത്തിന് മാത്രമാണ്. കാരണം മനുഷ്യൻ ഇന്ന് നന്മയെന്ന് പറയുന്നത് നാളെ തിന്മയാകാം, ഇന്ന് തിന്മയെന്ന് പറയുന്നത് നാളെ നന്മയാകാം. യഥാർത്ഥ നന്മയും യഥാർത്ഥ തിന്മയും ദൈവത്തിന് മാത്രമേ നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ നന്മ മനുഷ്യന് ദൈവം വെളിപ്പെടുത്തിയ നന്മകളെയും തിന്മകളെയുമാണ് മനുഷ്യന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ആ നന്മ തിന്മകളൊക്കെ പിന്നെ ന്യായപ്രമാണമായും കൽപ്പനകളായിട്ടൊക്കെ ദൈവം പിന്നെ ഇസ്രായേലിന് കൊടുത്ത് നമുക്കറിയാമല്ലോ. അപ്പം അതുകൊണ്ട് അവനോട് പറഞ്ഞു, ആ വൃക്ഷഫലം നീ ഭക്ഷിക്കരുത്. ജീവവൃക്ഷഫലം അവന് വിലക്കിയില്ലായിരുന്നു, അത് ഭക്ഷിക്കാമായിരുന്നു. ഈ ജീവവൃക്ഷത്തെ സുറിയാനി സഭാ പിതാക്കന്മാർ ജീവവൃക്ഷത്തെ കാണുന്നത് യേശുക്രിസ്തു എന്ന വ്യക്തിയായിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഒരാൾ ആദ്യം സ്നാനം നൽകി മാമോദീസ നൽകി കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കാൻ കൊടുക്കുമ്പോൾ പാടുന്ന പാട്ടിതാണ്, പറുദീസയിലാദം രുചി നോക്കാത്ത ഫലം സാമോദം വയ്ക്കുന്നീ നാൾ നിൻവായിൽ. പറുദീസയിലാദം രുചി നോക്കാത്ത ഫലം. കാരണം ആ വൃക്ഷഫലം ഭക്ഷിക്കുന്നതിന് മുൻപ് ദൈവം അവനെ ഏതിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. കാരണം നന്മ തിന്മകളെക്കുറിച്ച് വൃക്ഷം ഫലം ഭക്ഷിച്ചവൻ പാപം ചെയ്തപ്പോൾ ആ പാപം ചെയ്ത അവസ്ഥയിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടി അവന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ പാപത്തിൽ അവന് നിത്യജീവനാകും. അപ്പം അതിനു മുമ്പ് ദൈവം അവനെ ഏതിൽ നിന്ന് പുറത്താക്കിയിട്ട് കാലത്തെയിൽ വന്ന് അവനെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ ഒന്ന് ജ്ഞാനം, മറ്റേ ജീവൻ. ഇതിലേതാണ് അത് രണ്ടും കൂടെ നമ്മുടെ മുന്നിൽ വന്ന ഏതിനെ നമ്മൾ സെലക്ട് ചെയ്യണം? ജ്ഞാനത്തെ സെലക്ട് ചെയ്യണോ അതോ ജീവനെ നമ്മൾ സ്വീകരിക്കണോ? ജീവനാണ് പ്രധാനമുള്ളത്. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമെന്ന് പൗലോസ്ലീഹ പിന്നെ പറയേണ്ടി വന്നതുകൊണ്ടാണ്. ഈ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ പൂർണ്ണമായി നമുക്ക് വിവേചിച്ചറിയാൻ പറ്റില്ല. അത് ഭോഷത്വമാണ് എന്ന് പറയും. ജ്ഞാനം നമുക്ക് അറിവ് വേണ്ടെന്നല്ല അർത്ഥം, പക്ഷേ ജീവനേക്കാൾ കൂടുതൽ ജ്ഞാനത്തെയല്ല. ജ്ഞാനത്തിൽ നിന്നാണ് ജ്ഞാനവാദം എന്നുള്ള ഒരു ഗ്രീക്ക് ചിന്തകളൊക്കെ പിന്നീട് ഈ ലോകത്തുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ദൈവം അവനെ വില കൊടുത്തു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ദൈവം ഇതിൽ ഈ വിലക്ക് കൊടുത്തത് മനുഷ്യന് മാത്രമാണ്. ദൈവം ശബ്ദം കൊണ്ട് സൃഷ്ടിച്ച ഒരു ജീവജാലങ്ങളെയും ദൈവം ഇവിടെ വിലക്കുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് മാത്രം വില കൊടുത്തത്? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മനസ്സ് വേണമെന്ന് പറയുന്നതിനെ വേണ്ടാന്ന് വയ്ക്കാൻ കഴിവുള്ള ഒരേ ഒരു സൃഷ്ടി മനുഷ്യൻ മാത്രമാണ്. മനസ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നതിനെ വേണ്ട എന്ന് വയ്ക്കാനും അത് ഭക്ഷിക്കാതിരിക്കാനും സാധിക്കുന്നത് മനുഷ്യന് മാത്രമാണ്. നമ്മുടെ മലയാള ഭാഷയിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, വായത്തും ദൂരത്തെ കനി വേണ്ടെന്ന് വയ്ക്കാൻ മൃഗത്തിനാവില്ല, കയ്യെത്തും ദൂരത്തെ കനി വേണ്ടെന്ന് വയ്ക്കാൻ മനുഷ്യനാകും. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. വായത്തും ദൂരത്തൊരു കനി കണ്ടാൽ മൃഗം ഭക്ഷിച്ചു പോകും. മനുഷ്യന് കയ്യെത്തും ദൂരത്ത് ഒരു ഇഷ്ടപ്പെട്ട കനി കണ്ടാലും വേണ്ടെന്ന് വയ്ക്കാൻ അവന് സാധിക്കും. ദൈവം എന്തിനീ മനുഷ്യന് വില കൊടുത്തെന്ന് ചോദിച്ചാൽ, ഞാൻ ശബ്ദം കൊണ്ട് സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളെക്കാളും ശ്രേഷ്ഠനാണെന്ന് തെളിയിക്കാനുള്ള അവസരമായിരുന്നു ദൈവം മനുഷ്യന് കൊടുത്തത്. നിനക്ക് ദൈവത്തിൻ്റെ സ്വരൂപം സാദൃശ്യവും നിന്നിലുണ്ട്. നന്മതിന്മകളെ അല്ലെങ്കിൽ വിശ്വസിക്കാനും അവിശ്വസിക്കാനും ഉൾക്കൊള്ളാനും പുറന്തള്ളാനും ഒക്കെയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിനക്കുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നീ വേണ്ടെന്ന് വയ്ക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഏദെൻ പർദീസയിലാണ് വാസ്തവത്തിൽ നോമ്പിൻ്റെ ആരംഭമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് അവനോട് പറഞ്ഞു, നീ ഇത് ഭക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ദൈവം ജീവജാലങ്ങളെ ഒന്നും അവിടെ വിലക്കിയിട്ടില്ല. മനുഷ്യനുണ്ടായ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായി കാണണം. പിശാച് ചിലപ്പോൾ ഒരുപക്ഷേ അത് കാണിച്ചു കൊടുത്ത് കാണും. നിന്നോട് ദൈവം പറഞ്ഞത് ഈ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നല്ലേ. നീ അങ്ങോട്ട് നോക്കി, എത്ര പക്ഷികൾ ആ വൃക്ഷത്തിൽ നിന്ന് ആ ഫലം ഭക്ഷിക്കുന്നുണ്ടോ, ഒന്നും ചാകുന്നില്ല.
മൃഗങ്ങൾ അതിൽ നിന്ന് താഴെ പോകുന്നത് വന്ന് ഭക്ഷിക്കുന്നുണ്ട്, ഇഴജാതികൾ ഭക്ഷിക്കുന്നുണ്ട്, ഒന്നും ചാകുന്നില്ല. പിന്നെ നീ മരിക്കുമെന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല എന്ന് പിശാച് തീർച്ചയായിട്ടും ആ സ്ത്രീയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ദൈവത്തിൽ അവിശ്വസിക്കുവാനുള്ള ഒരു പ്രേരണ പിശാചിൽ നിന്ന് അത് ലഭിക്കാൻ കാരണം ഇങ്ങനെയുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ കൊടുത്തു കാണാം എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അപ്രകാരം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇനി നമ്മൾ കാണുന്നത് ആ ഏദൻ തോട്ടത്തിൽ ഒരു നദി വന്നിട്ട് 4 ശാഖകളായിട്ട് ആ മണ്ണിനെ മുഴുവൻ അത് നനച്ചുവെന്നാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ വെള്ളം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ജീവൻ്റെ പ്രതീകമാണത്. ആ ദേശം മുഴുവൻ അത് നനയ്ക്കത്തക്കവണ്ണം, അതിനെ ഫലഭൂയിഷ്ടമാക്കത്തക്കവണ്ണം അതിൽ നിന്ന് വെള്ളം ഉണ്ടാവുകയാണ്. അപ്പം ഞാനും നിങ്ങളുമാകുന്ന ഈ മണ്ണിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകുമ്പോൾ നമ്മൾ അനുഗ്രഹമായി മാറും. നമ്മിൽ നിന്ന് നല്ല വൃക്ഷങ്ങളെ നമുക്ക് മുളപ്പിക്കാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ നല്ല ഫലങ്ങളെ നമുക്ക് പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ നദി നമ്മിൽ നിന്ന് പുറപ്പെടണം. അതിനെ കർത്താവിൻ്റെ യേശുക്രിസ്തുവായും ആ നദി പൊട്ടിപ്പുറപ്പെട്ടതിനെ കാൽവറി യാഗത്തിൽ യേശുവിൻ്റെ വിലാപ്പുറത്ത് നിന്ന് ഒഴുകിയതായ രക്തം വെള്ളമായും ചില പിതാക്കന്മാർ വ്യാഖ്യാനിച്ചത് വായിക്കാൻ കാരണമായി തീർന്നിട്ടുണ്ട്. കാരണം ആ കർത്താവിൻ്റെ മാറിൽ നിന്ന് ആ വിലാപ്പുറത്ത് നിന്ന് പുറപ്പെട്ട രക്തവും വെള്ളവുമാണ് ലോകത്തിന് ജീവൻ നൽകുന്നത്. എന്ന് ഏതെന്ന പ്രദേശയിലെ ആ 4 നദികളായി ഇത് 4ആയിട്ടെന്ന് പറഞ്ഞാൽ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് എന്ന് പറഞ്ഞാൽ അത് കുരിശടയാളം തന്നെ. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും നമ്മൾ രേഖ വരിച്ചാൽ അത് കുരിശടയാളമാണ്. ആ കുരിശാലുള്ള ആ ജീവൻ്റെ അനുഭവം ഭാവിയിൽ മനുഷ്യന് ലഭിക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയായി അപ്രകാരം അതിനെ വ്യാഖ്യാനം കൊടുത്തത് വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നമുക്കതിനെ കാണാവുന്നതാണ്. ഇനി ദൈവം ഈ മനുഷ്യനോട് അത്രയും പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് ചേർന്ന് ഇണയാൻ നൽകും. നമുക്കറിയാം, ആ സൃഷ്ടികർമ്മം ആരംഭിച്ചപ്പോൾ 6 ദിവസത്തെ എല്ലാ സൃഷ്ടികളെയും നല്ലതെന്ന് കണ്ട ദൈവം, എല്ലാ സൃഷ്ടികളും നല്ലതെന്ന് കണ്ട ദൈവം ഒരു കാര്യം മാത്രം നല്ലതെന്ന് കാണുന്നില്ല. കാരണം മനുഷ്യൻ ഏകനായിരിക്കുന്നത്. കാരണം മറ്റെല്ലാ ജീവജാലങ്ങൾക്കും അവയുടെ സ്നേഹം പങ്കുവയ്ക്കുവാനും ഒക്കെ ആയിട്ട് അവയ്ക്കിണയുണ്ട്, മനുഷ്യന് മാത്രം അതില്ല. അപ്പം ദാമ്പത്യത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എന്നിട്ട് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ച് മനുഷ്യനിലേക്ക് സംയോജിപ്പിക്കുന്ന സംഭവമാണ് ഇനി നമ്മൾ താഴോട്ട് വായിക്കാൻ പോകുന്നത്. അതായത് ഒരു പുരുഷൻ മാത്രമായി നിൽക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ പകുതിയാണ്, സ്ത്രീ മാത്രമായി നിൽക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ പകുതിയാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ സാധാരണ പറയാറുണ്ട് ബെറ്റർ ഹാഫ്, ജീവിത പങ്കാളിയെക്കുറിച്ച് പറയുന്ന ഒരു വാക്കാണ് ഇത്, നല്ല പകുതി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവൻ വാസ്തവത്തിൽ ദൈവം സൃഷ്ടിച്ചു, സ്വരൂപവും സാദൃശ്യമൊക്കെ ഉണ്ടെങ്കിലും മാനുഷിക രീതിയിൽ അവന് അപൂർണതയുണ്ട്. ആ അപൂർണതയെ നീക്കുവാൻ ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നു. അതിന് മുമ്പ് ദൈവം ഒരു പരീക്ഷണം അവൻ്റെ മുമ്പ് നടത്തുന്നുണ്ട്. ദൈവം ശബ്ദം കൊണ്ട് സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെ അവൻ്റെ മുമ്പിൽ കൂട്ടിവരുത്തി അവൻ എന്ത് പേരിടുമെന്ന് കാണുവാൻ ദൈവം നോക്കിയെന്നാണ്. പേരിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പേരിടുന്നത് ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. പക്ഷേ അതിൻ്റെ സ്പിരിച്വൽ മീനിങ് അണ്ടർ ദ കൺട്രോൾ ഓഫ്, അധീനതയിൽ കൊണ്ടുവരിക എന്നാണ് അർത്ഥം. ഇപ്പം നമ്മൾ ആരുടെയും വാഹനങ്ങളോ വസ്തുക്കളോ ഒക്കെ നമ്മുടേതാക്കുന്നത് എങ്ങനെ? അവരുടെ പേരിൽ നിന്ന് നമ്മുടെ പേരിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് അത് നമ്മുടെ അധീനതയിൽ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ സകല ജീവജാലങ്ങളെയും ദൈവം മനുഷ്യന് കാൽക്കീഴാക്കി കൊടുക്കുകയാണ്. ദൈവം സൃഷ്ടിച്ച സകല എന്ന് പറഞ്ഞാൽ അവനെ രാജാവാക്കുകയാണ്. അവനിട്ടതൊക്കെ അവയ്ക്ക് പേരായി. അവയൊന്നും മനുഷ്യനെ എതിർക്കുന്നില്ല, മനുഷ്യൻ അവയെയും എതിർക്കുന്നില്ല. എല്ലാം വന്ന് മൗനമായിട്ട് നിന്ന് മനുഷ്യനിട്ടതൊക്കെ അവയ്ക്ക് പേരായി എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഒരു വാക്യം കൂടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ എല്ലാ ജീവജാലങ്ങൾക്കും പേരിട്ടെങ്കിലും തക്കതായ തുണ കണ്ടുകിട്ടിയില്ല. അപ്പം ഇതിൽ നിന്ന് ഇണയെടുക്കാൻ
പറ്റുമോ എന്ന ഒരു പരീക്ഷണം ദൈവം അവന് അവിടെ കൊടുത്തിട്ടുണ്ടാകും. അവൻ എല്ലാ ജീവജാലങ്ങളോടും അവൻ്റേതായ രീതിയിൽ ആശയം വിനിമയം ചെയ്ത് കാണും. അതൊന്നും അവനോട് തിരിച്ചു പ്രതികരിക്കാൻ അവയ്ക്കൊന്നും സാധിക്കുന്നില്ല. അപ്പം അവനെ ദൈവം ബോധവൽക്കരിക്കുകയാണ്, ഞാൻ ശബ്ദം കൊണ്ട് സൃഷ്ടിച്ചു ഒന്നും നിനക്ക് ഒരിക്കലും ഇണയാവില്ല, ഒരിക്കലും നിനക്കത് ഇണയാവില്ല. അതുകൊണ്ടാവണം പിന്നീട് പിൽക്കാലത്ത് മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ലേവ്യ പുസ്തകമൊക്കെ വരുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മൃഗഭോഗം നടത്തുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അവയൊന്നും ദൈവം മനുഷ്യന് ഇണയായിട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് ദൈവം എന്തു ചെയ്തു? അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും അവനിൽ നിലനിൽക്കെ ദൈവം അവനിൽ നിന്ന് ഒരു സ്ത്രീയെ അവിടെ സൃഷ്ടിച്ച് അവന് നൽകുകയാണ്. നമ്മൾ വായിക്കുന്നു, അവൻ്റെ ഗാഠനിദ്ര വരുത്തി വാരിയിലെടുത്തു സ്ത്രീയെ സൃഷ്ടിച്ചു. ഇത് സിംബോളിക്കായിട്ട് അല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ട് മനസ്സിലാക്കുന്നതാണ് കുറേ കൂടെ ശ്രേഷ്ഠത. വാരിയിലെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണേൽ ലിറ്ററൽ ആക്ഷരികമായ വ്യാഖ്യാനങ്ങൾ വേണേൽ കൊടുക്കാം. പങ്കുകൊടുത്ത ഗാഠനിദ്ര കൊടുത്തു എന്ന് പറഞ്ഞാൽ അനസ്തേഷ്യ കൊടുത്തെന്നാണല്ലോ. വാരിയിലെടുത്തത് ഓപ്പറേഷനുമാണ്. വേദം തോട്ടം ഒരു ഓപ്പറേഷൻ തിയേറ്റർ, ദൈവം ഡോക്ടർ, മാലാഖമാരൊക്കെ നേഴ്സസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതിനേക്കാൾ ഉപരി സ്ത്രീ പുരുഷ ബന്ധം മനസ്സിലാക്കുവാനുള്ള ഒരു സിംബോളിക്കായിട്ടുള്ള അവതരണമായിട്ട് ഇതിനെ കാണുന്നതാണ് കുറേ കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം സ്ത്രീയെ സൃഷ്ടിച്ച വാരിയിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ദൈവം വാരിയിൽ സെലക്ട് ചെയ്തത്? ഇതിനെപ്പറ്റി ധാരാളം ഇൻ്റർപ്രിട്ടേഷൻസ് പല പിതാക്കന്മാരും കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഇതാണ്, സ്ത്രീയെ പുരുഷൻ്റെ കാലിലെ അസ്ഥിയിൽ നിന്ന് സൃഷ്ടിച്ചെങ്കിൽ പുരുഷന് പറയാമായിരുന്നു, നീ എനിക്ക് പാദസേവ ചെയ്യാനുള്ളവൾ, എൻ്റെ കാലിലെ അസ്ഥിയാണ്. സ്ത്രീയെ പുരുഷൻ്റെ തലയിലെ അസ്ഥിയിൽ നിന്ന് സൃഷ്ടിച്ചിരുന്നെങ്കിൽ സ്ത്രീക്ക് പുരുഷനെ അടിമയാക്കാമായിരുന്നു, കാലിലെ ആയിരുന്നെങ്കിൽ പുരുഷന് സ്ത്രീ അടിമയാക്കാമായിരുന്നു. ദൈവം രണ്ടും ചെയ്തില്ല. റിബ് എന്നുള്ള ഈക്വാലിറ്റിയെ സൂചിപ്പിക്കുന്നു, ഈക്വൽ സ്റ്റാറ്റസ്, തുല്യ പദവി. ദാമ്പത്യത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പദവി ദൈവം നൽകുന്നതിൻ്റെ ഒരു സൂചനയായി അതിനെ കാണുന്നു. 2, വാരിയിൽ ഹാർട്ടിനെ സംരക്ഷിച്ച് ഇത് നിൽക്കുകയാണ്. പ്രാചീന കാലം മുതൽ തന്നെ എല്ലാ മതങ്ങളും സ്നേഹത്തിൻ്റെ സിമ്പലായി അടയാളമായി ഉപയോഗിക്കുന്നത് ഹാർട്ടിൻ്റെ പടമാണ്, ഹൃദയമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഹൃദയം പൂർണ്ണമായി അറിയാനും പങ്കുവയ്ക്കാനും വിളിക്കപ്പെടുന്ന ആളാണ് ജീവിത പങ്കാളി എന്നുള്ള ദൂതാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുക. ഒരു വ്യക്തിയുടെ സകല രഹസ്യവും പങ്കുവയ്ക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്നയാൾ, അത് ഫിസിക്കലി, ഇൻ്റലക്ച്വലി ആൻഡ് സ്പിരിച്വലി, ശാരീരികവും ബൗദ്ധികവും ആത്മീയവുമായ എല്ലാ തലങ്ങളിലും പങ്കുവയ്ക്കുവാൻ. നമുക്ക് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ എല്ലാം ഷെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി. പക്ഷെ ദാമ്പത്യത്തിൽ അത് അങ്ങനെയല്ല, എല്ലാം ഷെയർ ചെയ്യണം. അപ്പം ഈ ഒരു മെസ്സേജ് ആയിരിക്കാം ഈ ഒരു സംഭവത്തിലൂടെ നൽകാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സ്ത്രീ മനുഷ്യൻ്റെ ഭാഗമാണ്, അവനിൽ നിന്ന് തന്നെ സ്ത്രീയെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനിലേക്ക്, അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി അവനിലേക്ക് ചേരാനുള്ളവളാണ്, അവനിലേക്ക് തന്നെ ചേരുവാനുള്ളവൾ, അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുവാനുള്ളവൾ. 2, പൂർണ്ണമായ ഷെയറിങ്, എല്ലാം പരസ്പരം ഇത് പങ്കുവയ്ക്കുവാൻ, ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ തലങ്ങളിലെയും പൂർണ്ണമായി അവളുടെ ഹൃദയ വിചാരങ്ങളെയും എല്ലാം പങ്കുവയ്ക്കുവാൻ, സന്തോഷവും ദുഃഖവും എല്ലാം പങ്കുവയ്ക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്ന ആളെന്നുള്ള ദൂത് ഇതിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ദൈവം വാരിയിൽ നിന്ന് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു. ഇത് കണ്ട ഉടനെ അവന് ഗാഠനിദ്ര കൊടുത്തു. അതെന്തിനാണ്? എനിക്കൊന്ന് സൃഷ്ടി രഹസ്യമാണ്. ദാമ്പത്യത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ദാമ്പത്യ ധർമ്മം നിർവഹിക്കുന്നു, അഥവാ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുന്നു എന്നുള്ളതല്ലാതെ സൃഷ്ടി എങ്ങനെ രൂപപ്പെടുന്നുവെന്ന് ആരും കാണുന്നില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് രൂപപ്പെടുത്തുന്നതും അതിനുള്ള എല്ലാം കൊടുക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് മാനുഷിക ചിന്തയ്ക്കും യുക്തിക്കും അതീതമായ ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് രഹസ്യം എന്നതിന് മിസ്റ്ററി എന്ന വാക്ക് പലപ്പോഴും പിതാക്കന്മാർ ഉപയോഗിക്കുന്നുണ്ട്. ബിയോണ്ട് ദി തിങ്കിങ് പവർ ഓഫ് ഹ്യൂമൻ ബീയിങ്, മാനുഷിക ബുദ്ധിക്കും യുക്തിക്കും അതീതമായൊരു കാര്യം. അതുകൊണ്ട് അവന് ഗാഠനിദ്ര വരുത്തിയെന്ന് നമുക്ക് വ്യാഖ്യാനം കൊടുക്കാവുന്നതാണ്. എന്നാൽ ആ സ്ത്രീയെ കണ്ട മാത്രമേ അവന് പറയുന്ന മറ്റൊരു വചനമുണ്ട്, ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിനുള്ള മാംസവുമാണ്. അവനത് പ്രവചിച്ച് പറയുന്നത്, കാരണം അവന് ഉറങ്ങിക്കിടക്കുകയാണ്, അവനിത് കാണുന്നില്ല സ്ത്രീയെ സൃഷ്ടിക്കുന്നത്. എൻ്റെ അസ്ഥിയാണ്, എൻ്റെ മാംസമാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞാൻ തന്നെയാണെന്നാണ് അർത്ഥം.
എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീയുടെ മുഖത്ത് അവൻ്റെ രൂപത്തെ കാണുവാൻ അവന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ദാമ്പത്യത്തിൽ സംഭവിക്കേണ്ടത്. ജീവിത പങ്കാളിയിൽ നമ്മളെ തന്നെ കാണാൻ നമുക്ക് സാധിക്കണം. ജീവിത പങ്കാളിയുടെ മുഖത്ത് നമ്മുടെ മുഖം നമുക്ക് കാണാൻ പറ്റണം. അതാണ് യഥാർത്ഥ ദാമ്പത്യം. അപ്പോഴാണ് ഒരു ശരീരം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അപ്രകാരം ഈ സ്ത്രീയെ കണ്ടപ്പോൾ അതിനുശേഷം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നീട് സ്ത്രീയെക്കുറിച്ച് അവൻ പറയുന്നത് നമ്മൾക്ക് 3-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് വായിക്കാം. നീ കൂട്ടും തന്നെ സ്ത്രീ അവൻ തള്ളി പറയുന്നുണ്ട്. കാരണം ദൈവത്തിൽ നിന്നാകുന്നപ്പോൾ ഇപ്പോൾ അവൻ ദൈവത്തിലാണ്. ദൈവമാണ് അവനിൽ നിന്ന് സൃഷ്ടിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിലാണ്, ആ ദൈവാത്മാവിലാണ്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് എൻ്റെ അസ്ഥിയാണ്, എൻ്റെ മാംസമാണ്, ഞാൻ തന്നെയാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. എന്നിട്ട് അവസാനം എൻ്റെ 24-ാം വാക്യം വരുമ്പോൾ പറയുന്നു, അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഏക ശരീരം ആയിട്ട് തീരും. Therefore a man leaves his father and his mother and cleaves to his wife, and they become one flesh. ഇത് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന ഒരു വാക്യമാണ്. പല മാതാപിതാക്കൾക്കും ദുഃഖമുണ്ടാക്കുന്ന ഒരു വാക്യമായി പലരും പ്രായമുള്ള ആളുകളൊക്കെ ഞാൻ ഇതിനു മുമ്പ് എന്നോട് തന്നെ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയൊക്കെ വരുമ്പം വിവാഹം വരുമ്പോൾ നിങ്ങൾ അച്ഛന്മാർ പറയുന്നു, ഇനിയും അല്ലെ ഈ ഒരു വാക്യം നമ്മളോട് വായിക്കുന്ന പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യ, എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ മനസ്സിലാക്കുക, അപ്പനെയും അമ്മയും വിടുക എന്ന് പറഞ്ഞാൽ അവരെ ഉപേക്ഷിക്കുക എന്ന അർത്ഥമല്ല. ദാമ്പത്യം രക്തബന്ധത്തേക്കാൾ വലുതാണ് ഉടമ്പടി ബന്ധമെന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മാതാപിതാക്കളും മക്കളുമായുള്ള ബന്ധത്തേക്കാൾ വലിയ ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം. കാരണം രക്തബന്ധത്തിൽ 2 ബന്ധങ്ങളേ ഉള്ളൂ. ശാരീരികവും മാനസികവും ആത്മീയവുമായ 3 തലങ്ങളിൽ 2 തലങ്ങളിലുള്ള ബന്ധം മാത്രമേ രക്തബന്ധത്തിലുള്ളൂ. 3 ബന്ധങ്ങൾ നടക്കുന്നത് ദാമ്പത്യ ബന്ധത്തിലാണ്. അതുകൊണ്ട് രക്തബന്ധത്തേക്കാൾ വലുതാണ് ദാമ്പത്യ ബന്ധം. മാതാപിതാക്കളെ വിടുക എന്ന് പറഞ്ഞാൽ അവരെ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമല്ല. വിവാഹ ഉടമ്പടിയിൽ അവർക്ക് പ്രവേശനം ഉണ്ടാകാൻ പാടില്ല. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ പക്ഷിമൃഗാദികളെ സസ്യലതാദികളെ നോക്കുക. ഫോർ എക്സാമ്പിൾ ഒരു മാവ്, അതിലെങ്ങനെ മാങ്ങ ഉണ്ടാകുന്നു നമുക്കറിയാം. അതിൽ പരാഗണം നടക്കുന്നു, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഇത് സംഭവിക്കുന്നു. പൂമ്പൊടി വന്ന് ഇവിടെ വന്ന് ഈ പൂവിൽ ഇവിടെ വന്ന് ചേരുന്നു. ആദ്യം ഒരു ചെറിയ പൂവുണ്ടാകുന്നു, ചെറിയ മാങ്ങയുണ്ടാകുന്നു, വലിയ മാങ്ങയാകുന്നു. ഈ മാങ്ങയെ ജനിപ്പിച്ചത്, വളർത്തിയത്, മാങ്ങയ്ക്ക് വേണ്ടത് കൊടുത്തത്, ഇപ്പോൾ അതിനെ സംരക്ഷിച്ച് അതിനെ കാത്തുപരിപാലിക്കുന്നതൊക്കെ ഈ മാവ് തന്നെയാണ്. നമ്മളതൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ അതിനെ സൃഷ്ടിച്ച് പരിപാലിച്ചു വരുന്ന മാങ്ങ പക്വമാകുമ്പോൾ, മച്ചുറാകുമ്പോൾ മാവ് എന്താണ് ചെയ്യുന്നത്? നിന്നെ കഷ്ടപ്പെട്ട് ജനിപ്പിച്ച് വളർത്തിയത് ഞാനാണ്, എൻ്റെ കൂടെ നിന്നോണമെന്ന് പറയുമോ, അതോ മാങ്ങയെ പൊടിച്ചു കളയോ? നമുക്കറിയാം, മാങ്ങ എന്ന് മച്ചുറാകുന്നോ, എന്ന് പക്വമാകുന്നോ, അന്ന് മാവ് മാങ്ങയെ പൊടിച്ചിരിക്കും. ഈ പൊടിച്ചിൽ മാങ്ങയ്ക്ക് മാങ്ങയുടെ മരണമല്ലേ? തീർച്ചയായും. ജനിച്ച് വളർന്നിടത്തുനിന്ന് എന്നേക്കുമായി അത് കട്ട് ഓഫായി. പക്ഷേ ഈ മരണം നടന്നുകൊണ്ടല്ലേ മാങ്ങ മറ്റൊരു മാവാകാൻ പോകുന്നത്. മാങ്ങ മാവിൽ നിന്നാൽ അത് മാവാകില്ല, തേങ്ങ തെങ്ങിൽ നിന്നാൽ അത് തേങ്ങാവില്ല. അവിടെ ഒരു മരണം, അവിടെ ഒരു വേർപെടൽ അവിടെ സംഭവിക്കണം. കോഴി വേദനയോടെ മുട്ടയിടുന്നു, കഷ്ടപ്പെട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിളിച്ചിറക്കുന്നു, പരുന്ത് കൊണ്ടുപോകാതെ കാത്തു സൂക്ഷിക്കുന്നു. ഇതൊരു നിശ്ചിത പ്രായം കഴിയുമ്പം കണ്ടിട്ടില്ലേ? കൊത്തി അകറ്റും. കാരണം യു ആർ മച്യുവർഡ്, നീ പക്വമായി, നീ പ്രായമായി. ഇത് ഇറ്റ്സ് ലോ ഓഫ് നേച്ചർ, പ്രകൃതിയുടെ നിയമമാണ്. ഇതെല്ലാ സൃഷ്ടികൾക്കും, മനുഷ്യനുൾപ്പെടെ എല്ലാവർക്കും ഇത് ബാധകമാണ്. അപ്പം അതുകൊണ്ട് വിവാഹം കഴിച്ചിട്ട് മക്കളുടെ കാര്യങ്ങളിൽ അനാവശ്യമായി മാതാപിതാക്കൾ ഇടപെടുന്ന ഒരു രീതി ഇന്നുണ്ട്. അത് ഒരുപാട് കുടുംബങ്ങളെ തകർക്കുന്ന ഡിവോഴ്സിലേക്ക് നയിക്കുന്ന ഒരു ഘടകമായി പലപ്പോഴും അത് മാറാറുണ്ട്. പണ്ടൊക്കെ 8-10 മക്കളൊക്കെ ആയിരുന്നത് കൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഒരാളെ പറഞ്ഞു വിടുന്നത്. പോകുമ്പോൾ തന്നെ പറഞ്ഞാൽ വിടുന്ന മോളെ എല്ലാം സഹിച്ച് അവിടെ നിൽക്കണം, ഇങ്ങോട്ട് തിരിച്ചു വരല്ലേ. ഇന്നോ 1-2 മക്കളെ ഉള്ളൂ. അപ്പോൾ അവരെ തിരിച്ചു വിടുമ്പോൾ പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു മിസ് കോൾ തരണമെന്ന് പറഞ്ഞാൽ വിടുന്നത്. എന്നിട്ട് അന്ന് മുതൽ ഫോണിൽ മിസ് കോൾ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക. ആ മനോഭാവം മാറണം. എന്നിട്ട് അവരെ പൂർണ്ണമായി സ്വതന്ത്രമായി ജീവിക്കാൻ നമ്മൾ അനുവദിക്കണം.
അവർ മച്യൂറായിട്ടാണ് നിങ്ങൾ അവരെ വിവാഹം കഴിച്ചത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇനി സംരക്ഷിക്കാൻ പാടില്ല. അപ്പോൾ മാതാപിതാക്കൾ ഈ കാര്യം പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ നിയമമാണിത്. ദൈവത്തിൻ്റെ നിയമമാണിത്. അപ്പനെയും അമ്മയും വിടുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കലല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവരെ ഒരു ശരീരമായിട്ട് ഇനിയും അവർ ഈ ഭൂമിയിൽ ജീവിക്കാൻ കാരണമായിട്ട് തീരണം. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇച്ഛകളും ഒന്നും അവരുടെ മേൽ നമുക്ക് അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. അതിന് മുമ്പ് നമുക്ക് അവസരമുണ്ട്. എന്നാൽ അവർ വളർന്നു കഴിയുമ്പോൾ, പക്വമായി കഴിയുമ്പോൾ ഇനിയും അവരുടെ മേൽ നമ്മൾ കർത്തൃത്വം നടത്താൻ പാടില്ല. അതുകൊണ്ട് 2-ാം അധ്യായം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെ കുറച്ച് ചിന്തകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇത് പല പ്രാവശ്യം വായിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസൊക്കെ ധാരാളം നമ്മൾ പ്രസംഗങ്ങളിലൂടെയൊക്കെ സാധാരണ കേൾക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻ തന്നെയാണ് ഞാനും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, എനിക്കറിയാം. എങ്കിലും അതിനകത്ത് എന്തെങ്കിലും പുതുതായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നെങ്കിൽ അതിനെ നിങ്ങൾ സ്വീകരിക്കുക. അതനുസരിച്ച് നമുക്കും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇടയായിട്ട് തീരട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും നമ്മെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ. നാളെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്.